ശക്തികൾ രംഗത്ത് വരും. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യഅ്തൂനകും ബിഅഹാദീസ മാ ലം തസ്നഉ അൻതും വലാ ആബാഉകും. ഓ സഹാബ കേട്ടോ, യഅ്തൂനകും ബിഅഹാദീസ മാ ലം തസ്നഉ അൻതും വലാ ആബാഉകും. അങ്ങനെ ഹദീസേ ഇല്ല. ഞാൻ വെല്ലുവിളിക്കുന്ന മൗലവിനെ. എന്താ ഹദീസിന്റെ നോക്കി പഠിക്കണം മൗലവിമാര്. എന്തിനീ വിവരക്കേട് വേണം? ഷാഫിമാവിന്റെ വിവരമില്ല, സലഫിക്കാ വിവരം. എന്താ നാളാവത്ത് കൊണ്ടുവരാണ്. സലഫിനെ വലിയ വിവരമുള്ള ആൾ കൊണ്ടുപോകുന്നതല്ലേ. എന്റെ ഹദീസ് ആദ്യമായിട്ട് പറഞ്ഞ ഹദീസാണ്. അത് എന്നെ പച്ചക്കള്ളാ പറഞ്ഞു. ഹദീസിലുള്ള അങ്ങനെയല്ല. ഹദീസിലുള്ള വാചകം ഞാൻ ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിം ഹദീസ് ഞാൻ നോക്കി വായിക്കാം. قال رسول الله صلى الله عليه وسلم يكون في آخر الزمان دجالون كذابون يأتونكم بأحاديث. അയാൾ പറഞ്ഞു അങ്ങനല്ല, يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم. ഞാൻ എന്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്ന ഒരു ഹദീസാണ്. ഇത് മൂപ്പരെ എവിടെ നോക്കിട്ടൊന്ന് പഠിച്ചു വെച്ചതാ. ഞാൻ പഠിക്കുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കണ്ടേ? അത് പഠിക്കുമോ സമയം പോകും. പിന്നെ ആവർത്തിച്ചു വെച്ചാലും ശ്രദ്ധിച്ചില്ലേ സുഹൃത്തുക്കളെ? ഇയാള് കുഞ്ഞാടുകളും കൂടി തെക്ബീർ ചൊല്ലി വെല്ലുവിളിച്ച് ആഘോഷിക്കുക. എന്ത് ഒരു മിന്ന് ബി ആയി പോയത്. എനിക്കവിടെ ഒന്നും നേടല്ല. മിന്ന് ബി ആയി പോയതുകൊണ്ട് അബദ്ധം ആർക്കും സംഭവിക്കൂലേ? പേരോട് അബദ്ധത്തിൽ നിന്ന് മുക്തനാണോ? അപ്പൊ ഇത് കേട്ട ആർക്കും തോന്നൂലോ ഒരബദ്ധം വന്ന് പേരോട് കാര്യമായിട്ട് പറഞ്ഞു എന്നല്ലേ തോന്നുക. എന്നാ സംഗതി ഞാൻ വിമർശിച്ച ഭാഗം വരട്ടെ. ഹദീസ് എന്നാ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? നിങ്ങളും നിങ്ങളെ പിതാമഹന്മാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങൾ കൊണ്ടുവരും. നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പാരും കേൾക്കാത്ത കൊണ്ടുവരും. അത് ഇവരല്ലേ കക്ഷി. അപ്പൊ ചങ്ങാതി പറയാ അത് സഹാബത്തിനോടാ പറഞ്ഞ. സഹാബത്തിന്റെ ഉപ്പാപ്പാര് കേൾക്കാത്തതാണ്. ഈ മൗലവിക്ക് മതമറിയോ? സഹാബത്തിന്റെ ഉപ്പാപ്പാര് കേൾക്കാത്തത് പറഞ്ഞ റസൂലുള്ളയാ. അതാലി തുന്ദിറ ഖൗമൻ മാ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് സഹാബികളുടെ ഉപ്പാപ്പമാരുണ്ടാവുമല്ലോ, അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തിന്റെല്ലോ കാലഘട്ടത്തിൽ അതിന്റെ മുമ്പ് ജീവിച്ചവര്. അവര് കേൾക്കാത്ത വർത്തമാനം റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് താക്കീദിന് ഒരു നബി വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അവർക്ക് ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ സഹാബത്തിന്റെ ഉപ്പാപ്പാര് കേൾക്കാത്തതെന്നല്ല. സഹാബത്തിന്റെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഈ കിരിമത്ത് റളിയല്ലാഹു അൻഹു സഹാബിയ. ഉപ്പാരാന്നറിയോ? അബൂജഹല. അപ്പൊ സഹാബത്തിന്റെ ഉപ്പാപ്പ കേൾക്കാത്തത് പറയുന്ന പോലെ വരും തന്നെ അബൂജഹൽ. അബൂജഹൽ കേൾക്കാത്തത് പറയുന്നോ എന്നല്ല. മൗലവിക്ക് മതം അറിയല്ലേ? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഖിയാമത്ത് നാളിൽ, ആ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ജീവിക്കുന്ന മൂമിനീങ്ങൾ, ആ മൂമിനീങ്ങളുടെ ഉപ്പാപ്പമാരാരാണ്? വലിയ മഹാന്മാരും മുൻഗാമികൾ മഹാന്മാരാ. ആ മഹാന്മാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങൾ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നവരാണ് നിങ്ങൾ. പൂർവീകർ കേൾക്കാത്ത ആശയം തറാവീഹ് 8, അതുപോലെ തന്നെ ഇവിടെ ജുമാക്ക് ബാങ്ക് 1, ഇങ്ങനെ തുടങ്ങി ഒക്കെ ഓരോന്നോരോന്നേ ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങളാണ് ആ കക്ഷി എന്ന് ഹദീസ് വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഇതാ ഞാൻ പറഞ്ഞത്. ഇതവിടെ മൂടി വെച്ചിട്ട് ആളുകളെ സഹതാപം പിടിച്ചിട്ടാണ്. കാരണം എന്നെ കുറച്ച് ചീത്ത പറയാണ്ട് മൂപ്പർക്ക്. അതിന് ആളുകളെ മനസ്സൊന്ന് റെഡിയാക്കണമല്ലോ. ഞാൻ മൂപ്പര് ഇങ്ങനെ സഹതാപം പിടിച്ചിട്ട് അവിടെ ഇത് മൂടി വെച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്നിട്ട് മൂപ്പര് പറയാം, പേരോട് മുക്തനാണോ അബദ്ധത്തിൽ നിന്ന്? എന്നിട്ട് എനിക്കൊരബദ്ധവും സംഭവിക്കാത്ത ഒരു വിഷയം എന്റെ തലയിൽ വെച്ചിട്ട് ഭയങ്കര വെല്ലുവിളി, ചെരുപ്പെടുത്തോളാന്ന് പറഞ്ഞു. ഇനി ആ ചെരുപ്പെടുക്കുന്ന ആ വിഷയത്തിലാണ് കടക്കാൻ പോകുന്നത്.